എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും GK ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1995. 1995 നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ചത്. പച്ചനിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത്. പച്ചനിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ബേരിയം. ബേരിയമാണ് പച്ചനിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1981. 1981 പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ടത്. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര്. പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര് ചിത്തരഞ്ജൻ. ചിത്തരഞ്ജൻ എന്നാണ് പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷൻ. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത്. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് സി കൃഷ്ണൻ. സി കൃഷ്ണനാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത്. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? പൊന്നാനി. പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത്. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ. ഭാരതപ്പുഴയെ വെളിയങ്കോട്ടു കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ പൊന്നാനി കായൽ. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനി കായൽ. ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത്. ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ. എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത്. ഭൂപൻ ഹസാരിക പാലം ഏത് നദിയിലാണ്? ഭൂപൻ ഹസാരിക പാലം ഏത് നദിയിലാണ്? ലോഹിത്. ലോഹിത് നദിയിലാണ് ഭൂപൻ ഹസാരിക പാലം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. സിക്കിമാണ് ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് താനകൾ സ്ഥാപിച്ചതാര്? ബ്രിട്ടീഷ് ഭരണകാലത്ത് താനകൾ സ്ഥാപിച്ചതാര്? കോൺവാലിസ്. കോൺവാലിസാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് താനകൾ സ്ഥാപിച്ചത്. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം. സാന്ത്വനം പദ്ധതിയാണ് പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ്. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഗതകുമാരി. സുഗതകുമാരിയാണ് പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി താലോലം. താലോലം പദ്ധതിയാണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി. 1922 SA ഡാംഗെ ആരംഭിച്ച പ്രസിദ്ധീകരണം. 1922 SA ഡാംഗെ ആരംഭിച്ച പ്രസിദ്ധീകരണം ദ സോഷ്യലിസ്റ്റ്. ദ സോഷ്യലിസ്റ്റ് ആണ് 1922 SA ഡാംഗെ ആരംഭിച്ച പ്രസിദ്ധീകരണം. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. 2020 എല്ലാ കുട്ടികൾക്കും
രോഗപ്രതിരോധ ശക്തി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഇന്ദ്രധനുഷ്. ഇന്ദ്രധനുഷ് പദ്ധതിയാണ് 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വർഷം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വർഷം 1969. 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയത്. അന്തർദേശീയ ജലസഹകരണ വർഷം. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. 2013 അന്തർദേശീയ ജലസഹകരണ വർഷം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം ഘർഷണം. ഘർഷണബലം മൂലമാണ് മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമാകുന്നത്. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത്. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയം. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയമാണ്. അഗ്നിസാക്ഷി രചിച്ചത്. അഗ്നിസാക്ഷി രചിച്ചത് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി രചിച്ചത്. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം 1964. 1964 മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത്. മലബാർ ഹിൽസ് എവിടെയാണ്? മലബാർ ഹിൽസ് എവിടെയാണ്? മുംബൈ. മുംബൈയിലാണ് മലബാർ ഹിൽസ്. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയാണ് അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത്. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഡോക്ടർ വേലുക്കുട്ടി അരയനാണ് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിയാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത്. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് VS നൈപ്പാൽ. VS നൈപ്പാലാണ് മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത്. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം ഗുസ്തി. ഗുസ്തിയാണ് മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം. മൗര്യ ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര്. മൗര്യ ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര് പ്രതിവേദിക. പ്രതിവേദിക എന്നായിരുന്നു മൗര്യ ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്ന പേര്. മംഗോളിയയിലെ കറൻസി. മംഗോളിയയിലെ കറൻസി ടുഗ്രിക്. ടുഗ്രിക് ആണ് മംഗോളിയയിലെ കറൻസി. മദർ ഇന്ത്യ രചിച്ചത്. മദർ ഇന്ത്യ രചിച്ചത് കാതറിൻ മേയോ. കാതറിൻ മേയോയാണ് മദർ ഇന്ത്യ രചിച്ചത്. യയാതി രചിച്ചത്. യയാതി രചിച്ചത് VS ഖണ്ടേക്കർ. VS ഖണ്ടേക്കർ രചനയാണ് യയാതി. ആവിയന്ത്രം കണ്ടുപിടിച്ചത്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 52. ഭരണഘടനാ അനുച്ഛേദം 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളെപ്പറ്റിയും പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നതെന്നാണ്? നവംബർ 26. നവംബർ 26 ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത്.
ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി 1986 നവംബർ 19. 1986 നവംബർ 19 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം 1995. 1995 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. 1986 ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത്. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. VP മേനോനാണ് ഫിനാൻസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. പുനർജന്മം എന്ന നാടകം രചിച്ചത്. പുനർജന്മം എന്ന നാടകം രചിച്ചത് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനമാണ് പുനർജന്മം എന്ന നാടകം രചിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ JB കൃപലാനി. JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. ഗ്രാമസഭയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം. PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PK തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജ്. PK തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ. നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ വിദ്യാഭ്യാസവും വനവും. നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകളാണ് വിദ്യാഭ്യാസവും വനവും. പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 48A. ഭരണഘടനാ അനുച്ഛേദം 48A പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നത്. പാർലമെൻറ്റിൻ്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. പാർലമെൻറ്റിൻ്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 100. ഭരണഘടനാ അനുച്ഛേദം 100 പാർലമെൻറ്റിൻ്റെ ക്വാറം വ്യവസ്ഥ ചെയ്യുന്നത്. പാർലമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം. പാർലമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷം 1985. 1985 പാർലമെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത്. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39A. ഭരണഘടനാ അനുച്ഛേദം 39A പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്നത്. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 49. ഭരണഘടനാ അനുച്ഛേദം 49 പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്നത്. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 338. ഭരണഘടനാ അനുച്ഛേദം 338 പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിൻ്റെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിൻ്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ
വല്ലഭായ് പട്ടേലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിന്റെ തലവൻ. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. 1947 നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിലെ എത്ര പേർ വനിതകളായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിലെ എത്ര പേർ വനിതകളായിരുന്നു? 3 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിലെ വനിതകളായിരുന്നത്. ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ്. ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. എഡ്വേർഡ് ഓസ്ബോൺ വിൽസനാണ് ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.